ഞാൻ ഞങ്ങളുടെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു ഞാൻ ട്രിപ്പ് പോവുകയാണ്, പാക്കേജൊക്കെ ഉണ്ടെന്ന്. നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു ഞാൻ രാത്രി തന്നെ. ഞങ്ങൾക്ക് ഫുഡ് സാധനങ്ങൾ വരും എന്ന് പറഞ്ഞിരുന്നു. ഫുഡ് ആണ്. എന്താണ് നല്ല കടലയാണ്, കടലക്ക പറയുന്നത് കടലയാണ്. ഞാൻ ഇതിനെ കടലക്ക എന്നാണ് പറയുന്നത്. ഞാൻ നിറച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അരിയുണ്ട അതും നല്ല നറുക്കാം. അപ്പം നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ കോപ്പി കോയിൻ്റെതാണ്. അത് ചെറുതാണ്, ഏറ്റവും ചെറിയ അറയിൽ തന്നെ ഇടാൻ വിചാരിച്ചു ഞാൻ. പിന്നെ ഞാൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും നിറഞ്ഞിട്ടുണ്ട്. ഇനി അറയിലൊന്നും ഇല്ലാത്തതാൽ നമുക്ക് ഈ അറ ക്ലോസ് ചെയ്യാം. അതുപോലെ ഈ അറയും ഏകദേശം നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ അറയും ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ അറ ക്ലോസ് ചെയ്തു. അടുത്തതായി കുറച്ച് 3 ഓറഞ്ചും 2 ആപ്പിളുമാണ് ബാഗിലേക്ക് വെക്കുന്നത്. അത് വലിയ അറയിൽ തന്നെ വെക്കാം. നമ്മൾ ഡ്രസ്സ് വെച്ച അറയിൽ തന്നെ ആയിരിക്കും വെക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വില ഇട്ട് കൊടുക്കാം. ഇങ്ങനെല്ലാം കഴിഞ്ഞു. ഇതിനൊക്കെ ഒന്നും വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഈ ഒരു സിബ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പം ബാഗിനെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് ഗുഡ് ബൈ. ഹലോ ഗൈസ്, ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാമിലാണുള്ളത്. ഡാമിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ അവിടുത്തെ ഉദ്യാനത്തിൽ നടക്കുകയാണ് ഗൈസ്. കുറച്ച് ദിവസം അവിടെ എങ്ങനെയല്ലേ കുത്തി പറഞ്ഞ വള്ളല്ലേ, കുത്തി മരല്ലേ മറിഞ്ഞു നോക്കി വള്ള മോളിങ്ങനെ പറ്റും. ഞാൻ ഡാമിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മുകളിലേക്ക് ഡാമാണോന്നുള്ളത് ഡാമിന്റെ അടിയിരിക്കല്ലേ. ഈ കാണുന്ന ഡാമിൻ്റെ വേലികളാണ്. പ്രത്യേകം കിടക്കുക. പിന്നെ സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്. പകുതിയോളം നമ്മൾ സ്റ്റെപ്പ് കയറി. അവസാനം നമ്മൾ ഡാമിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ആ കാണുന്നത് ഒരു പുഴയാണ്. പുഴൻ്റെ പേരൊന്നും അറിയില്ല. നമ്മൾ ചില കാരണത്താൽ നമ്മൾ ക്യാമറ തിരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒന്ന് വ്യക്തമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ക്യാമറ തിരിച്ചത്. ഈ കാണുന്ന ഡാമിൻ്റെ താഴ്വാരമാണ്. അവിടെ ഉണ്ടല്ലേ താഴ്വാരത്ത് കുറച്ച് ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയ പാർക്കൊക്കെ ഉണ്ട്. ഇതാണ് ഡാം. ഡാമിൻ്റെ ഷട്ടർ തുറന്നിട്ടില്ല. ഇതിപ്പുറത്ത് വെള്ളം ചാടുന്ന സ്ഥലമാണ്. ഇതിലായിട്ടാണ് ഡാം തുറന്നാൽ ഇതിലായിട്ടാണ് വെള്ളം അങ്ങോട്ട് ചാടുന്നത്. പെട്ടെന്ന് അടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മളെ ഡാം ഇതാക്കുന്നതാണ്. ഡാമിൻ്റെ അടിഭാഗമാണ്. ഇതിൽ നല്ല ചോർച്ചയുണ്ട്.
ഭയങ്കര നല്ലോണം ചോർച്ചയുണ്ട്. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം ചോർച്ചയുണ്ട്, നല്ല ചോർച്ചയുണ്ട്. വെള്ളം പുറത്തേക്ക് തിരിച്ച് കൊഴുകി വരുന്നുണ്ട്. ഇത് അതിൻ്റെ ഉൾഭാഗമാണ്. അങ്ങോട്ട് ഈ അധികൃതർക്ക് ഇറങ്ങാനുള്ള ഭാഗമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഡാമിൻ്റെ ഉള്ളിലോട്ട് അവിടെ ഒരു തൂങ്ങുന്ന സ്ഥലം കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഗൈസ്. എൻ്റെ സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. പോയത് പിന്നെ ഫാൻറ്റസി പാർക്കിലോട്ടാണ്. ഫാൻറ്റസി പാർക്കാണ് ഇത് കാണുന്നത്. ലണ്ടനിലുള്ള ഇത് കാണുന്നത് അതിൻ്റെ ഉൾഭാഗമാണ്. പിന്നെ ദിവസമൊക്കെ ഇത്ര സമയത്ത് ഇറക്കമുണ്ടായതുകൊണ്ട് വീടിനകത്ത് പറ്റിയിട്ടില്ല. ഈ കാണുന്നത് പൂളാണ്, ചെറിയ കുട്ടികളുടെ പൂളാണ് ഈ കാണുന്നത്. എത്ര